താരിഫ് ഏർപ്പെടുത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഇരുന്ന കഴിഞ്ഞ ഒരു കൊല്ലത്തെ ഈ പറയുന്നത് പോലെ ട്രംപിന് കിട്ടിയ പണി ഇന്റർനാഷണൽ പണിയാണ്. ഏതാണ്ട് 4.5 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ട്രഷറി നിക്ഷേപം 21% കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ബ്ലൂംബെർഗ് ആഗോള സാമ്പത്തിക അല്ലെങ്കിൽ പ്രശ്നത്തിനെ പറ്റിയൊക്കെയുള്ള വിശദീകരണത്തിനകത്ത് 2024 ഒക്ടോബർ 25 മുതൽ 2025 ഒക്ടോബർ 31 വരെയുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ട്രഷറി ഇടിവ്, അതായത് നമ്മൾ ഈ പറയുന്ന ഡോളറിൽ നിന്ന് പല നിക്ഷേപങ്ങളും പിൻവലിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. നമ്മളുടെ നിക്ഷേപങ്ങൾ സ്വർണത്തിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. മറ്റു പല മേഖലയിലേക്കും നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അതായത് ഡോളറിന്റെ മൂല്യം ആഗോള തലത്തിൽ കുറയുന്നതിനാവശ്യമായ മുൻകരുതലുകൾ, അല്ലെങ്കിൽ ഡോളറിനെ ആശ്രയിക്കുന്നതിനകത്ത് നിന്ന് ഇന്ത്യ മഹാരാജ്യം പുറകോട്ട് പോയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് നമ്മൾ പറയുമ്പം ഇതിനകത്ത് ഇയാൾ ഈ താരിഫുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ പറയുന്ന നമ്മൾ റഷ്യയുമായിട്ട് താരിഫിനകത്ത് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാരണം മാത്രമാണ്. ഈ കാരണമെന്ന് പറയുമ്പോൾ ഈ റഷ്യയുമായിട്ടൊരു എണ്ണ മേടിക്കാൻ കാരണക്കാരനായത് അമേരിക്ക, കാരണക്കാരനായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ. കാരണം റഷ്യ യുക്രൈൻ യുദ്ധ സമയത്ത്, ആ യുദ്ധത്തിൻ്റെ സമയത്ത് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള നിർത്തിയപ്പോൾ ഈ പറയുന്ന അന്നത്തെ ഭരണാധികാരിയായിരുന്ന ബൈഡൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ ഇന്ത്യ എടുത്ത് പറഞ്ഞു, GCC രാജ്യങ്ങളെ ഞങ്ങൾ എണ്ണയുടെ കാര്യത്തിൽ ആശ്രയിക്കാൻ പോവുകയാണ്. ലോകം മൊത്തം GCC രാജ്യങ്ങളെ എണ്ണയുടെ കാര്യത്തിൽ ആശ്രയിച്ചാൽ, അല്ലെങ്കിൽ അന്ന് 0.4% പോലും എണ്ണ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല.